മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ ഉജ്ജ്വലമായിട്ടുള്ള 2-3 സന്ദേശങ്ങളാണ് സ്വാമി വിവേകാനന്ദൻ്റെ ഇന്ന് വായിക്കുന്നത്. വളരെ ടച്ചിങ് ആയിട്ട് തോന്നുന്നു. ഇതിൽ ഒരെണ്ണം, ബി ബ്രേവ്, ബി ബ്രേവ്, മാൻ ഡൈസ് ബട്ട് വൺസ്, മൈ ഡിസൈപ്പിൾസ് മസ്റ്റ് നോട്ട് ബി കവേർഡ്സ്. നല്ലൊരു വരിയ. ധീരനാവുക, ധീരനാവുക, ധൈര്യമുള്ളവനാവുക. ബി ബ്രേവ്, ബി ബ്രേവ്. Have the capacity to withstand the negatives. Be bold enough. Man dies but once. A human being will be dying only once. We have got one birth and one death. If birth is there, inevitably death is there. ധീരനാവുക, ധീരനാവുക. നമ്മളൊക്കെ ഒരിക്കലേ മരിക്കുന്നുള്ളൂ ജീവിതത്തിൽ. മൈ ഡിസൈപ്പിൾസ് മസ്റ്റ് നോട്ട് ബി കവേർഡ്സ്. എൻ്റെ ശിഷ്യന്മാർ ജീവിതത്തിൽ ഒരിക്കലും ഭീരുക്കളാവരുത്. എൻ്റെ ശിഷ്യന്മാർ ജീവിതത്തിൽ ഒരിക്കലും ഭീരുക്കളാവരുത്. ബി ബ്രേവ് ആൻഡ് ബി ബോൾഡ്. നല്ലൊരു സന്ദേശമാണ്. അടുത്തത്, each work has to pass through these stages. Whatever may be the mission that you are undertaking, ഏത് ദൗത്യം, ഏത് പ്രവൃത്തി, ഏത് യജ്ഞം ഏറ്റെടുക്കുകയാണെങ്കിലും അത് കടന്നു പോകുന്നതിന് കുറേ സ്റ്റേജുകളുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റേജ് റൈഡിക്യൂൾ, അവഹേളിക്കപ്പെടുക, റെഡിക്യൂൾ ചെയ്യുക, അവഹേളിക്കപ്പെടുക, അപകീർത്തിക്ക് വിധേയമാക്കുക. സോ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എനി മിഷൻ, റെഡിക്യൂൾ. സെക്കൻഡ്, ഒപ്പോസിഷൻ, എതിർപ്പുണ്ടാവുക, അതിശക്തമായിട്ടുള്ള എതിർപ്പുണ്ടാവുക. ആൻഡ് ദെൻ ആക്സെപ്റ്റൻസ്. അതിനുശേഷം അത് സ്വീകരിക്കപ്പെടുന്നു. ഫസ്റ്റ് റെഡിക്യൂളിംഗ്, second opposition, and third acceptance. നല്ല രസമാണ്. അവഹേളിക്കപ്പെടുന്ന ഒന്ന്, അത് പിന്നീട് എതിർക്കപ്പെടുന്നു, അത് പിന്നീട് സ്വീകരിക്കപ്പെടുന്നു. ഗ്രേറ്റ് മെസ്സേജ് ഫോർ എനിവൺ. എ ഫ്യൂ ഹാർട്ട് ഹോൾ, സിൻസിയർ and energetic men can do more in a year than a mob in a century. നിറഞ്ഞ ഹൃദയമുള്ള, ഫ്യൂ ഹാർട്ട് ഹോൾ, നിറഞ്ഞ ഹൃദയമുള്ള വ്യക്തികൾ, സിൻസിയർ, ആത്മാർത്ഥമായിട്ടുള്ള വ്യക്തികൾ, ആൻഡ് എനർജറ്റിക്, ഊർജസ്വലരായ വ്യക്തികൾക്ക്, കുറച്ച് വ്യക്തികൾക്ക് can do more in a year than a mob in a century. വലിയ കൂട്ടം ആൾക്കാര് ഒരു നൂറ്റാണ്ട് കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കുറച്ച് പേർക്ക് ഒരു വർഷം കൊണ്ട് ചെയ്യാൻ സാധിക്കും. വലിയൊരു കൂട്ടം ആൾക്കാർക്ക് ഒരു നൂറ്റാണ്ട് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കുറച്ചു പേർക്ക് ഒരു വർഷം കൊണ്ട് ചെയ്യാൻ സാധിക്കും. പ്രൊവൈഡഡ് ദേ ആർ സിൻസിയർ, ഡിവോട്ടഡ് ആൻഡ് ഡെഡിക്കേറ്റഡ് പീപ്പിൾ. അത്ര ഗംഭീരമായിട്ടുള്ള സന്ദേശമാണ്. അദ്വൈത വിൽ ബി ദ ഫ്യൂച്ചർ റിലീജിയൻ ഓഫ് തിങ്കിങ് ഹ്യൂമാനിറ്റി, നോ ഡൗട്ട് ഫോർ ദാറ്റ്. ഈശ്വരനും ഞാനും ഒന്ന് തന്നെയാണ്. ഐ മൈസെൽഫ് ആൻഡ് ദ ഡിവൈൻ പവർ ഇൻ ദ യൂണിവേഴ്സ്, ദീസ് ടു ആർ വൺ. That is the religion propounded by Hindu Dharma, Indian culture, informing the world that the divine power of this cosmic system and the divine power which is working inside my body, tad andarasya sarvasya tadu sarvasyasya bhakyataha.
whatever is inside my body and whatever is outside my body, that one is the same. അതൊന്നു തന്നെയാണ് എന്ന് പറയുന്ന അദ്വൈതം, ആ അദ്വൈതമായിരിക്കും ലോകത്തിന്റെ, ഭാവി ലോകത്തിന്റെ സന്ദേശമെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. നീദർ നമ്പേഴ്സ്, എത്ര പേരുണ്ട് കൂട്ടത്തിൽ എന്നുള്ളതല്ല പ്രാധാന്യമുള്ളത്. നീദർ നമ്പേഴ്സ് നോർ പവേഴ്സ്, അധികാരത്തിന്റെ ശക്തിയുണ്ടെന്നുള്ളതും പ്രാധാന്യമുള്ള കാര്യമല്ല. നോർ വെൽത്ത്, സമ്പത്തുണ്ട് എന്ന് പറയുന്നത് കൊണ്ടും പ്രയോജനമില്ല. നോർ ലേണിംഗ്, seeing that I have got academic qualification does not mean anything. Nor eloquence, ദീർഘമായിട്ട് പ്രസംഗിക്കാൻ കഴിവുണ്ട് എന്ന് പറയുന്നതിലും അർത്ഥമില്ല. Neither numbers, nor powers, nor wealth, nor learning, nor eloquence, nor anything else will prevail. അതുപോലെ മറ്റൊന്നും നിലനിൽക്കില്ല, ഒന്നും നിലനിൽക്കില്ല. ബട്ട് പ്യൂരിറ്റി, മാനസികമായിട്ടുള്ള പരിശുദ്ധി, ലിവിംഗ് ദ ലൈഫ്, ജീവിക്കാൻ തയ്യാറെടുത്തുള്ള ആത്മാർത്ഥത, ഇൻ വൺ ഹേർഡ്, അനുഭൂതി, റിയലൈസേഷൻ. ഒറ്റ വാക്കില് ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ലഭിക്കുന്ന ആ അനുഭൂതിയാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. ഇറ്റ് ഈസ് ദ എക്സ്പീരിയൻസ് ഓഫ് ലൈഫ് വിച്ച് വിൽ ബി പ്രിവെയിലിംഗ് ഫോർ ലോങ്. അനുഭൂതിയാണ് നിലനിൽക്കുന്നത്, അനുഭവമാണ് നിലനിൽക്കുന്നത്, റിയലൈസേഷനാണ് നിലനിൽക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ ധന്യമായിട്ടുള്ള വിവേകാനന്ദന്റെ സന്ദേശം ജീവിതത്തിൽ പകർത്താൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.